അമേരിക്ക രണ്ടും കൽപ്പിച്ചിറങ്ങുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അതായത് അമേരിക്കയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായ ജോർജ് ഡബ്ല്യു ബുഷ് ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഇറാൻ മേഖലയെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അതായത് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ഇപ്പോൾ മെഡിറ്ററേനിയൻ സീയിലെത്തിയിരിക്കുകയാണ്. ജിബ്രാൾട്ടർ കടലെടുക്കും കഴിഞ്ഞിട്ടുണ്ട്. അതായത് 3 വിമാനവാഹിനി കപ്പൽ ഒന്നിച്ച് നിന്നിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ തീർക്കാനുള്ള അന്തിമ യുദ്ധം ആരംഭിക്കാൻ പോകുന്നു. കാരണം അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 3000-ഓളം സ്ഥലങ്ങളിലാണ് കൃത്യമായിട്ട് ഇറാന് പരിക്കേറ്റത്. ഇറാൻ്റെ 3000-ഓളം സ്ഥലങ്ങളിൽ ഈ ആഘാതം ഏറ്റിരുന്നു. കൂടാതെ 43-ഓളം കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നു. ഇതിൽ ചില കപ്പലുകൾ മുങ്ങിപ്പോയി, മറ്റു ചില കപ്പലുകൾക്കൊക്കെ കേടുപാടുകൾ ഗുരുതരമായ രീതിയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഒരു വിമാനവാഹിനി കപ്പൽ കൂടി എത്തുന്നതോടുകൂടി അമേരിക്ക വ്യോമാക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാഡ് ഫോർഡ് ഉണ്ട്. ഈ ജെറാഡ് ഫോർഡ് നിലവിൽ ഇസ്രയേലിന് സംരക്ഷണം ഒരുക്കാനായിട്ട് ഹൈഫ തുറമുഖത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ ജെറാഡ് ഫോർഡ് ഇപ്പോൾ സൂയസ് കനാലിലേക്ക്, അതായത് ചെങ്കടൽ ഭാഗത്തേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ സൂയസ് കനാൽ വഴി പോകുന്ന ചില കപ്പലുകൾക്ക് നേരെ യമനിൽ നിന്ന് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടാകുന്നു. ഇത് ഇറാനെ സഹായിക്കാൻ വേണ്ടിയാണ്. കാരണം ഹൂത്തികൾ എന്ന് പറയുന്നത് ഇറാൻ്റെ പ്രോക്സികളാണ്. ഈ ആക്രമണത്തെ ചെറുക്കാനായിട്ട് ജെറാഡ് ഫോർഡ് അങ്ങോട്ടേക്ക് നീങ്ങുന്നു. ആ സമയത്ത് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ ഒരു മികച്ച വ്യോമശക്തിയൊന്നുമല്ല ഇറാൻ. എങ്കിലും ബാലിസ്റ്റിക് മിസൈലുകളുടെയൊക്കെ ശേഖരമുള്ളത് കൊണ്ട് അത്തരമൊരു ആക്രമണവും ഉണ്ടാകാം. ഇസ്രയേലിനെ കുടപിടിക്കാനായിട്ട് ഇപ്പോൾ S-400 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ താടുകയൊക്കെ ഉണ്ട്. ഇത് കൂടാതെ അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ ആ രാജ്യത്തെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപക്ഷെ മറ്റൊരു രാജ്യത്തിന് വേണ്ടി അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ നിലയുറപ്പിക്കുന്നത് ഇതാദ്യമാണ്. ആ ഭാഗത്തേക്കാണ് ജോർജ് ഡബ്ല്യു ബുഷ് എന്ന് പറയുന്ന മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ 1092 അടിയാണ് ഇതിൻ്റെ നീളമെന്ന് പറയുന്നത്. 5000-ലധികം സൈനികർ ഈ വിമാനവാഹിനി കപ്പലിലുണ്ട്. കൂടാതെ 1,00,000-ലധികം ടണ്ണാണ് ഇതിൻ്റെ ഫുഡ് ലോഡ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. 4.5 ഏക്കറോളം വരുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഡെക്ക്. അപ്പോൾ എത്രത്തോളം വിമാനങ്ങളെ വഹിക്കാൻ കഴിയുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഇതിനകത്ത് 2 ന്യൂക്ലിയർ റിയാക്ടറുകൾ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ 4 സ്റ്റീം ടർബൻ പവറുകൾക്ക് ശക്തി പകരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ 30 നോട്ടിക്കൽ മൈൽ ദൂരത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കാനും ഇത് സാധിക്കും. നേരത്തെ ആദ്യം വന്ന എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ ഓൾറെഡി അവിടെയുണ്ട്. ഇപ്പോൾ അത് ഗൾഫ് ഓഫ് ഒമാൻ മേഖലയിലാണുള്ളത്. എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനുമായിട്ടാണ് ജോർജ് ഡബ്ല്യു ബുഷ് എബ്രഹാം ലിങ്കൺ അവിടെ നിൽക്കുന്നത്. ആ എബ്രഹാം ലിങ്കൻ്റെ അതേ ക്ലാസ്സിൽപ്പെട്ട നിമിറ്റ്സ് ക്ലാസ് വിഭാഗത്തിലെ കപ്പലാണ് ഈ ജോർജ് ഡബ്ല്യു ബുഷും. ഏതാണ്ട് 2025 ജൂൺ മുതൽ കഴിഞ്ഞ 240 ദിവസമായി വിവിധ മേഖലകളിൽ കടലിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിനുള്ളിലെ നേവി ഉദ്യോഗസ്ഥർക്ക് സൈനികർക്കൊന്നും വിശ്രമിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. എന്നിട്ടും ഈ കപ്പൽ ഇപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് വരികയാണ്. അപ്പോൾ 3 കപ്പലുകളും പ്രത്യേക ഭാഗത്തേക്ക് പോകുന്നു. ഇതിൽ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ആദ്യത്തെ ഈ അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുണ്ട്. ഇത് ഗൾഫ് ഓഫ് ഒമാൻ മേഖലയിൽ നിലയുറപ്പിക്കുന്നു. ജെറാഡ് ഫോർഡ് ഈ ചെങ്കടൽ മേഖലയിലേക്ക് വരുന്നു. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം അല്ലെ എണ്ണ വ്യാപാരമൊക്കെ ഇറാൻ ഓൾറെഡി തടഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ തന്നെ 27 കപ്പലുകളെ അവിടെ തടഞ്ഞു വെച്ചു. ചൈനയുടെ കപ്പലുകളെ മാത്രമാണ് കടത്തിവിട്ടത്. അതുകൊണ്ട് തന്നെ മറ്റ് വ്യാപാരത്തിനായിട്ട് പോകുന്ന കപ്പലുകളൊക്കെ തന്നെ സൂയസ് കനാൽ വഴി ഒമാൻ തീരത്തിന് സമീപത്തൂടി കടന്നു പോകും. അങ്ങനെ പോകുമ്പോൾ ഒമാൻ തീരത്ത് നിന്ന് ഹൂത്തികളുടെ വകയായിട്ടുള്ള ആക്രമണം ഉണ്ടാകാം. അപ്പോൾ ഇറാൻ്റെ പ്രോക്സി എന്ന നിലയിൽ ഹൂത്തികൾ ആക്രമണം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കണം എന്ന് മാത്രമല്ല ഹൂത്തികൾക്കെതിരെ പ്രത്യാക്രമണവും നടത്തണം. അങ്ങനെയാണ് ജോർജ് ഡബ്ല്യു ബുഷ് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ പോകുന്നത്. മാർച്ച് 5-ാം തീയതി തന്നെ ഈ ജോർജ് ഡബ്ല്യു ബുഷ് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിലെ സൈനികരെല്ലാം തന്നെ അവസാനവട്ട എക്സസൈസ് അല്ലെങ്കിൽ ആ പരിശീലന പരിപാടിയൊക്കെ പൂർത്തിയായി. എന്ന് വെച്ചാൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് അവർ പോകാൻ തയ്യാറായി എന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്കയുടെ പ്രസിഡന്റുമാരുടെ പേരിലൊക്കെയാണ് ഈ വിമാനവാഹിനി കപ്പലുകളുള്ളത്. നമുക്കറിയാം ഇപ്പോൾ USS ജോർജ് ഡബ്ല്യു ബുഷ് എന്ന് പറയുന്ന പോലെയാണ് USS എബ്രഹാം ലിങ്കൺ, USS ജെറാഡ് ഫോർഡ് എന്നൊക്കെ പറയുന്നത്. അതായത് 2ാം ലോക മഹായുദ്ധകാലത്ത് US നേവിയുടെ വൈമാനികനായിരുന്നു ഈ പറയുന്ന
ജോർജ് ഡബ്ല്യു ബുഷ് എന്ന് പറയുന്നത്. അദ്ദേഹം പിന്നീട് അമേരിക്കയുടെ 41ാമത്തെ പ്രസിഡൻ്റായി. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ വിമാനവാഹിനി കപ്പൽ തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ ഈ വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഉയരുന്ന വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഇറാന് വലിയ നാശനഷ്ടങ്ങളാണ് സൃഷ്ടിച്ചത്. ഇപ്പോൾ ഇറാനിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ അമ്പേ തകർന്നിരിക്കുകയാണ്. അങ്ങനെ എയർ ഡിഫൻസ് തകർന്ന ഒരു സാഹചര്യത്തിൽ ഒന്നിലധികം വിമാനവാഹിനി കപ്പലുകൾ പല മേഖലകളിലായി നിലയുറപ്പിച്ച് ഇറാനെ ആക്രമിച്ചാൽ അതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ ആ രാജ്യത്തിന് സാധിച്ചേക്കില്ല. ഇപ്പം നമുക്കറിയാം, ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖാമനയി കൊല്ലപ്പെട്ടതോടുകൂടി രണ്ടാം നിര നേതൃത്വമാണ് നിലവിൽ രാജ്യത്തെ കൺട്രോൾ ചെയ്യുന്നത്. ഈ രണ്ടാം നിര നേതൃത്വം അമേരിക്ക വിചാരിക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും ആഞ്ഞടിക്കുന്നു. എന്തിന്? അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് സൈനിക താവളങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തി. കുവൈറ്റിൽ അമേരിക്കയുടെ 2 സൈനികർ കൊല്ലപ്പെട്ടു. ഈ സൗദി അറേബ്യയിൽ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം, കുവൈറ്റിലെ വിമാനത്താവളത്തിന് സമീപത്തായിട്ട് ആക്രമണം, ബഹ്റിനിലും അതുപോലെ തന്നെ മനാമ മേഖലയിലും ആക്രമണം. അങ്ങനെ ആക്രമണം വളരെ കടുപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് 3 ആണവ വിമാനവാഹിനി കപ്പലുകൾ ഒന്നിച്ചിറങ്ങുന്നത്. അതായത് 3 ആണവവാഹിനി കപ്പലുകളൊക്കെ ഒന്നിച്ചിറങ്ങുക എന്ന് പറയുന്നത് അമേരിക്കയുടെ നാവിക ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണെന്ന് പറയാം. അത്തരത്തിലൊരു ഉദ്യമവുമായി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ തങ്ങൾ വിചാരിച്ച ദിവസം കൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് ട്രംപിന് ബോധ്യപ്പെട്ടു. മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇറാൻ ജനതയുടെ മോചനമാണ് ഞങ്ങളുടെ ലക്ഷ്യം, അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയാണ്. പക്ഷേ ഇറാൻ്റെ പ്രത്യാക്രമണം അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കായി. മാത്രമല്ല, ഇറാഖിലെ ഇപ്പോൾ ഖുദ്സ് സേന, അതുപോലെ തന്നെ ഇറാഖിലെ ഈ ഷിയ വിഭാഗക്കാർ, പാകിസ്ഥാനിലെ ഷിയ വിഭാഗക്കാർ, ഇപ്പോൾ ഹൂത്തികൾ യമനിൽ നിന്ന് വരുന്നു. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും ചെറുത്തുനിൽപ്പ് ആരംഭിച്ചു. അതുകൊണ്ട് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് സിറിയക്കെതിരെയും അതുപോലെ തന്നെ ഇറാഖിനെതിരെയും ഒക്കെയുള്ള IS ആക്രമണങ്ങളിൽ പങ്കുവഹിച്ചിട്ടുള്ള ജോർജ് ഡബ്ല്യു ബുഷ് എന്ന് പറയുന്ന 4.5 ഏക്കറോളം വരുന്ന ഡെക്കുള്ള വിമാനവാഹിനി കപ്പൽ വരുന്നത്. ഇതിനോടൊപ്പം മറ്റ് യുദ്ധക്കപ്പലുകൾ, ബോട്ട്, അന്തർവാഹിനി ഒക്കെ തന്നെയുണ്ട്. ഒരു വലിയ സന്നാഹമാണ് വരുന്നത്. ഈ സന്നാഹങ്ങൾ വരുമ്പോൾ പരസ്പരം ഇതിൻ്റെ നില മാറി മാറി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ഇപ്പോൾ ഗൾഫ് ഓഫ് ഒമാൻ മേഖലയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ജെറാഡ് ഫോർഡ് നിലവിൽ ഈ ഹൈഫ തുറമുഖത്ത് നിന്ന് പതുക്കെ ഈ ചെങ്കടലിലേക്ക് നീങ്ങി. അതായത് നിലവിൽ യമൻ തീരത്ത് നിന്ന് സൂയസ് കനാൽ വഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. ജോർജ് ഡബ്ല്യു ബുഷ് എന്ന് പറയുന്ന 3ാമത്തെ ആണവ വിമാനവാഹിനി കപ്പൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രയേലിന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി ഹൈഫ തുറമുഖത്തേക്ക് സൂയസ് കനാലൊക്കെ കടന്ന് അങ്ങോട്ടേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ജോർജ് ഡബ്ല്യു ബുഷ് എന്ന് പറയുന്നത് അവിടുത്തെ നിമിറ്റ്സ് ക്ലാസ് കപ്പലുകളിൽ പെട്ട അവസാനത്തെ കപ്പലാണ്, 10ാമത്തെ കപ്പലാണ്. എബ്രഹാം ലിങ്കൺ ആണ് മറ്റൊരു നിമിറ്റ്സ് ക്ലാസ്സിൽപ്പെട്ട കപ്പൽ. അപ്പം ഈ 3 ആണവ വിമാനവാഹിനി കപ്പൽ കൂടി ഒന്നിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇറാനെയും അവരെ സഹായിക്കുന്ന രാജ്യങ്ങളെയും ഒക്കെ തന്നെ ഭയപ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ അമേരിക്ക വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ആക്രമണം നിർത്തി ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം അവർ ഈ കുവൈറ്റിലും സൗദി അറേബ്യയിലും ബഹ്റിനിലും ഒക്കെ തന്നെ ആക്രമണം നടത്തി. അതുകൊണ്ട് അമേരിക്കയും തിരിച്ചാക്രമിക്കുന്നുണ്ട്. ഈ ടെഹ്റാനിലെ പല നഗരങ്ങളും നിന്ന് കത്തുകയാണ്. കാരണം അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്ന നഗരങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം ഉള്ളത്. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയുടെ വ്യോമശക്തിയും കുറഞ്ഞു വരികയാണ്, അവരുടെ ആയുധങ്ങളും കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് വിമാനവാഹിനി കപ്പൽ 3 എണ്ണം ഒരുപോലെ സമുദ്രത്തിൽ നിലയുറപ്പിച്ചാൽ അതിൽ നിന്ന് ഈ പറയുന്ന മിസൈൽ ആക്രമണവും നടത്താം. അതുപോലെ തന്നെ വിമാനങ്ങൾക്ക്, യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയർന്ന് ആക്രമണം നടത്താൻ പറ്റും. അതിനെ പ്രതിരോധിക്കാൻ ഇറാന് സാധിക്കില്ല. അപ്പോൾ യുദ്ധതന്ത്രം മാറ്റുന്നു. കരസേന അല്ലെങ്കിൽ കരയിലൂടെയുള്ള ആക്രമണം അമേരിക്കയും ഇസ്രായേലും നടത്തുമെന്ന് കരുതിയെടുത്ത് ഇറാൻ്റെ പ്രതീക്ഷകളെ, ഇറാൻ്റെ കരുതലുകളെയൊക്കെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായൊരു നീക്കം നടത്തി അമേരിക്ക മുന്നേറുന്നു എന്ന് പറയുന്നു. 3 ആണവ വിമാനവാഹിനി കപ്പലുകൾ ഇറാനെ വളഞ്ഞു പിടിക്കുന്നത് പോലെ സമുദ്രമേഖലകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്തിമ നീക്കം അല്ലെങ്കിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇറാനെ സഹായിക്കാൻ പ്രത്യക്ഷത്തിൽ റഷ്യയോ ചൈനയോ ഒക്കെ രംഗത്തേക്ക് വന്നില്ലെങ്കിൽ അമേരിക്കയുടെ താണ്ഡവമായിരിക്കും ഇനി ഇറാൻ നേരിടേണ്ടി വരിക.